ഈ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദ ഐഡൻറ്റിറ്റി cosec minus sin a into sec minus cos a equal to 1 by tan a plus cot a. നമ്മൾ ആദ്യം എൽ എച്ച് എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? എൽ എച്ച് എസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. എൽ എച്ച് എസിൽ ഞാൻ നേരിട്ട് എഴുതാൻ പോവാണ്. എൽ എച്ച് എസ് നമുക്ക് എങ്ങനെ എഴുതാം? ഈ cosec a നെ നമുക്ക് 1 by sin എന്ന് എഴുതാമല്ലോ അല്ലേ. cosec a നെ 1 by sin എന്ന് എഴുതാം. പിന്നെ മൈനസ് sin a ഉണ്ട്. പിന്നെയോ sec a നെ നമുക്ക് 1 by cos a എന്നും എഴുതാം. പിന്നെ മൈനസ് cos a ആണ്. ഇതല്ലേ എൽ എച്ച് എസ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇത് അറിയാമല്ലോ, ക്രോസ് മൾട്ടിപ്ലൈയിൽ. ഇത് പെട്ടെന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലേ sin a നെ sin a by 1 എഴുതിക്കോ. sin a by 1 sin a തന്നെയാണ്. cos a നെ cos a by 1 എഴുതാം വേണമെങ്കിൽ. അപ്പോൾ പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ കൺഫ്യൂഷൻ വരെയില്ല. അപ്പോൾ മൈനസ് ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 1 1 മൈനസ് sin a into sin a sin square a. താഴെയോ? താഴെ sin a into 1 sin a. ഇതേപോലെ ഇവിടെ 1 into 1 1 തന്നെയാണ്. മൈനസ് cos a into cos a cos square a. all divided by cos a into 1 cos a. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ഓർത്ത് നോക്കിയേ. 1 മൈനസ് സൈൻ സ്ക്വയർ പഠിച്ചിട്ടുണ്ട്, കോസ് സ്ക്വയർ ആണത്. താഴെ സൈൻ എ ഉണ്ട്. ഇൻറ്റു ഇതേപോലെ 1 മൈനസ് കോസ് സ്ക്വയർ ഓർമ്മയുണ്ടോ? ഐഡൻറ്റിറ്റി സൈൻ സ്ക്വയർ ഡിവൈഡ് ബൈ കോസ് എ. ഇനൊന്ന് നോക്കിയേ, കോസ് സ്ക്വയർ ബൈ കോസ് എ കാണുന്നില്ലേ? കോസ് സ്ക്വയർ ബൈ കോസ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു കോസ് വെട്ടിപ്പോയിട്ട് ന്യൂമറേറ്ററിൽ ഒരു കോസ് കിട്ടും. മനസ്സിലായോ? കോസ് സ്ക്വയർ എ ബൈ കോസ് എ, ഒരു കോസ് വെട്ടിപ്പോയിട്ട് കോസ് എ കിട്ടി. സൈൻ സ്ക്വയർ എ ബൈ സൈൻ എ, ഒരു സൈൻ വെട്ടിപ്പോയിട്ട് സൈൻ എ എന്ന് കിട്ടി. ഇതാണ് എൽ എച്ച് എസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. ഇതാണോ ആർ എച്ച് എസ്? ആർ എച്ച് എസ് വേറെ രീതിയിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് ആർ എച്ച് എസിലോട്ട് എത്തിക്കാന്ന് പറഞ്ഞാൽ ഐഡിയ നമുക്ക് കിട്ടുന്നില്ല അല്ലേ. കോസ് എ സൈൻ എനെ നമുക്ക് ഈ രൂപത്തിലോട്ട് എത്തിക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാലും സാരില്ല, നമുക്ക് ആർ എച്ച് എസിനെ ഇതിലോട്ട് എത്തിച്ചാലും മതിയാവുമല്ലോ. ഇതിനെ നേരിട്ട് ആർ എച്ച് എസിലോട്ട് എത്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാരില്ല, ആർ എച്ച് എസിനെ ഇതിലോട്ട് എത്തിച്ചാലും മതിയാവും. എൽ എച്ച് എസ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ആർ എച്ച് എസ് സിംപ്ലിഫൈ ചെയ്താൽ ഇത് തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ആർ എച്ച് എസ് എന്താണെന്ന് നോക്കിയേ, 1 by tan a plus cot a. 1 by tan a plus cot a. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by tan എയുടെ ഫോർമുല പറഞ്ഞേ. നമ്മൾ മിക്കതും സൈനിലും കോസിലോട്ടും എക്സ്പ്രസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് tan എനെ നമുക്ക് sin a by cos എന്ന് എഴുതാമല്ലോ. ഡിനോമിനേറ്ററിലെ tan എനെ നമുക്ക് sin a by cos എന്ന് എഴുതാം. കോട്ട് എനെ എങ്ങനെ എഴുതാം? cos a by sin a എന്നും എഴുതാം. ശരിയല്ലേ? 1 by ഇത് ആഡ് ചെയ്യാനായിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. sin a ഇൻറ്റു sin a എന്താണത്? sin a ഇൻറ്റു sin a sin സ്ക്വയർ എ പ്ലസ് cos a ഇൻറ്റു cos a എന്താണത്? cos സ്ക്വയർ എ ഓൾ ഡിവൈഡഡ് ബൈ താഴെ cos a ഇൻറ്റു sin a ആണ്.
ക്ലിയർ ആയല്ലോ? നമ്മൾ അപ്പോൾ 1 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ 1 അല്ലേ? അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ടല്ലോ. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ 1 ആണ്. 1 ഡിവൈഡഡ് ബൈ കോസ് എ സൈൻ എന്ന് വരും. 1 ഇൻറ്റു ഇത് റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴത്തെ എക്സ്പ്രഷൻ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കോസ് എ സൈൻ എ ബൈ 1 കിട്ടും. 1 നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ കോസ് എ സൈൻ എന്ന് കിട്ടി. LHS ചെയ്ത് തന്നപ്പോഴും കോസ് എ സൈൻ എ, RHS ചെയ്ത് തന്നപ്പോഴും കോസ് എ സൈൻ എ. ഇങ്ങനെ ഒന്ന് നമ്പറും കൊടുക്കാം. താഴെ എഴുതാം ഫ്രം 1 and 2. 1 and 2 LHS ഈസ് ഈക്വൽ ടു RHS എന്ന് എഴുതാം. ഓക്കെ ആയല്ലോ?